ഭക്തർക്ക് ആവേശമായി മാറിയ സന്നിധാനത്തെ ലേലം വിളിയുടെ കാഴ്ചകളിലേക്കാണ് ഇനി. അയ്യപ്പന് വഴിപാടായി ലഭിക്കുന്ന വസ്തുക്കൾ ലേലത്തിൽ വാങ്ങാൻ നിരവധി തീർത്ഥാടകരാണ് എത്താറ്. വിളക്കും സാരിയും മാത്രമല്ല, വാച്ചും മൊബൈൽ ഫോണും വരെ സന്നിധാനത്ത് ലേലത്തിലുണ്ട്. അയ്യപ്പന് വഴിപാടായി ലഭിക്കുന്ന വസ്തുക്കൾ ലേലത്തിൽ വാങ്ങാൻ നിരവധി തീർത്ഥാടകരാണ് എത്താറ്. കാഴ്ചകളിലേക്ക്. അയ്യപ്പസ്വാമിക്ക് കിട്ടിയ 15,000 രൂപ വിലയുള്ള ഈ 5G സ്മാർട്ട് ഫോൺ 9,900 രൂപയ്ക്കാണ് ലേലം പോയത്. ശബരിമലയല്ലേ ലേലം നടക്കുമോ, അപ്പോൾ നമ്മൾ അതിൽ പങ്കുചേർന്നു. വില കൂടിയതിനെ ആരും വിളിച്ച കേട്ടില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ കൂട്ടി വിളിച്ച് മേടിച്ചു. ഫോണിൻ്റെ വില കാണിച്ചപ്പോൾ ഞങ്ങൾ നേരത്തെ നോക്കിയിരുന്നു. അതിൻ്റെ വില 24 അങ്ങാണ്ട കാണിച്ചിരുന്നത്. സ്മാർട്ട് വാച്ച് 1,600 രൂപ. ഒരു തരം, 2 തരം, 3 തരം ലേലം ഉറപ്പിച്ചു. അയ്യപ്പസ്വാമിക്ക് വഴിപാടായി സമർപ്പിച്ച മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ, വിളക്കുകൾ, തളികകൾ, മണികൾ എന്നിവയും മാളികപ്പുറത്ത് അമ്മയ്ക്ക് മുന്നിൽ ഭക്തർ നൽകിയ പട്ടുപുടവ, സാരി, കുപ്പിവള എന്നിവയെല്ലാമാണ് ലേല വസ്തുക്കൾ. ഇന്നലെ മാത്രം 90,000 രൂപയ്ക്ക് ഭക്തർ സാധനങ്ങൾ വാങ്ങി. അതിനു മുൻപത്തെ ദിവസം 1,32,000, അതിനു മുൻപ് 75,000 രൂപ. ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് അയ്യപ്പനും മാളികപ്പുറത്തമ്മയും ചാർത്തിയ വസ്തുക്കൾ തിരികെ പോകുമ്പോൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഭക്തർക്ക് ലേലം വിളിയേക്കാൾ ആവേശം. സന്നിധാന ഇൻഫർമേഷൻ സെൻറ്റർ വഴി രാവിലെ മുതലേ അനൗൺസ്മെൻറ്റ് നടത്തും. അത് പല ഭാഷകളിൽ. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഇവിടെ ലേലം ഉണ്ടായിരുന്നു. ആ ലേലത്തിൽ മാളികപ്പുറത്ത് അമ്മയുടെ വഴിപാടായി വരുന്ന ആ ഐറ്റംസ് എല്ലാം നമ്മൾ ഇവിടെ ഓപ്പണായിട്ട്, ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഒരു പരസ്യമായി ഓരോന്നിനും ഓരോ വില നിശ്ചയിച്ചുകൊണ്ട് നമ്മളിവിടെ ലേലം പ്രഖ്യാപിക്കും. അയ്യപ്പന് വഴിപാടായി കിട്ടിയത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഈ വിലയിൽ വരുന്ന ഇത്. കാണിക്കയായി ലഭിക്കുന്ന വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ചാണ് ഓരോ ലേലത്തിന്റെ തീയതിയും സമയവും നിശ്ചയിക്കുക. ഈ മണ്ഡലകാലത്ത് ഇതുവരെ 3 തവണയാണ് ലേലം നടന്നത്. മീഡിയ 1 സന്നിധാനം.